ഹായ് ഗായ്സ്, ഇന്ന് എനിക്ക് വർക്കില്ലാത്ത ദിവസമാണേ. അതുകൊണ്ട് അല്പം വൈകിയാണ് ഉണർന്നത്. അത് കഴിഞ്ഞ് കിച്ചണിൽ പോയി ഒരു ചൂട് കോഫി എടുത്ത് ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച, ഗാർഡനിൽ പോർച്ചുഗീസ് അപ്പാപ്പൻ ബിസിയായി പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഹൗസ് ഓണർ ആണേ. പോർച്ചുഗീസ് അപ്പാപ്പൻ എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആണ്. കയ്യിലൊരു ടൂളും എടുത്ത് പാട്ട് പാടും പോലെ ജോലി ചെയ്യും. ഇവിടെയുള്ള കുറേ മുതിർന്ന പോർച്ചുഗീസുകാർ ഇങ്ങനെയാണ്. അവർ അവരുടെ വീട്ടിലെ ഏറെക്കുറെ ജോലിയൊക്കെ സ്വന്തമായാണ് ചെയ്യുന്നത്. പുറത്തു നിന്ന് ആൾക്കാരെ വിളിക്കാറില്ല. Diospire. O quê? Diospire. Ok. Põe aí. Diospire, como é que chama? Eu acho que essa em inglês nome Nespras. Nespras é aquela? Esta? Ela que é Nespras. Ah, esta é Nespras. Sim. Também não sei. Eu esqueci. നിങ്ങൾ ഈ ഫ്രൂട്ട് കണ്ടോ? ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ തക്കാളി പോലെയാണ് ഇത് കാണാൻ, പക്ഷെ ഭയങ്കര മധുരമാണ്. ഇതിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ഗാർഡനിൽ നിന്ന് സംസാരിച്ചു. വെതർ, ഫ്ലവർ, പ്ലാന്റ്സ് എല്ലാത്തിനെയും കുറിച്ച് സംസാരിച്ചു. പോർച്ചുഗീസ് അപ്പാപ്പൻ അഗ്രികൾച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല കേട്ടോ. Se ela chovesse, ficava mais grossa. ഈ വർഷം മഴ താമസിച്ചായതുകൊണ്ട് ഒലിവ് കായ്ക്ക് വേണ്ടത്ര വലിപ്പമില്ലെന്നാണ് അപ്പാപ്പൻ പറയുന്നത്. ഇവിടുത്തെ മുതിർന്ന പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിലെ മുതിർന്ന കൃഷിക്കാരെ പോലെയാണ്. ഫുഡിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഏകദേശം നമ്മുടെ നാട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങളും പോർച്ചുഗീസ് അപ്പാപ്പന്റെ കൂടെ കൂടി ഗാർഡൻ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോഴാണ് അപ്പാപ്പൻ പറയുന്നത്, സാന്ദ്രേമിൽ ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമിയ നടക്കുകയാണത്രേ. ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമിയ എന്ന് പറയുന്നത് പോർച്ചുഗൽ നടക്കുന്ന ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവൽ ആണ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന സാന്ദ്രേം എന്ന നഗരത്തിലാണ് നടക്കുന്നത്. കേട്ട ഉടനെ മനസ്സിൽ തോന്നിയത്, എന്തായാലും ഇന്ന് അവധിയല്ലേ, അപ്പോ ഈ അവധി ദിവസം അവിടെ ചെലവഴിക്കാം. അപ്പോഴേക്കും ഷെഹാം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമിക്ക് പോവാൻ റെഡി ആവാൻ തുടങ്ങി. ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമിയ പോർച്ചുഗൽ നടക്കുന്ന ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവൽ ആണ്. പോർച്ചുഗലിലെ വിവിധ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ചെറു കച്ചവടക്കാർ, ഷെഫ്, ഫുഡ് ലവേഴ്സ് എല്ലാവരും ഇവിടെ കൂടിച്ചേരും. ഇത് വെറും ഫുഡ് ഫെസ്റ്റിവൽ മാത്രമല്ല കേട്ടോ. ഇവിടെ നാടൻ സംഗീതം, ഫോക്ക് നൃത്തങ്ങൾ, പാരമ്പര്യ വസ്ത്രങ്ങൾ, കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ, കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും നമുക്ക് കാണാം. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതുപോലെ ഒന്ന് കാണണേ.